ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ ബുക്ക് ഔൾസ്. ബുക്ക് ഔൾസിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് TS Eliot's വേസ്റ്റ്ലാൻഡ്. സോ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ദ ബറിയൽ ഓഫ് ദി ഡെത്തിൽ നമ്മൾ എന്താ പറയുക ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പ്രിറ്റി ഷോർട്ടാണ്. നമുക്ക് വേറെ കുറേ ഇൻ്റർപ്രിട്ടേഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. സോ വളരെ സിമ്പിളാണ്. സോ നമുക്ക് നോക്കാം. What are the roots that clutch? What branches grow out of the stony rubbish? Son of man, you cannot say or guess, for you know only a heap of broken images, where the sun beats and the dead trees gives no shelter, the ricket no relief, and the dry stone no sound of water. Only there is a shadow under this rock. Come in under the shadow of this rock, and I will show you something different from either your shadow at morning striding behind you or your shadow at evening rising to meet you. I will show you fear in a handful of dust. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ ഈ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് കാണാം, വാട്ട് ആർ ദ റൂട്ട്സ് ദാറ്റ് ക്ലച്ച്, വാട്ട് ബ്രാഞ്ചസ് ഗ്രോ ഔട്ട് ഓഫ് ദിസ് സ്റ്റോണി റബ്ബിഷ്. സോ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ എന്തായിരുന്നു അവിടെ കണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് ജനറൽ ആയിട്ട് ആരോടോ പറയുന്നത്, പിന്നീട് നമ്മൾ മേരി ലാരിഷിനെ പരിചയപ്പെട്ടു. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലാൻഡിൻ്റെ ഒരു ഫിസിക്കൽ ഫീച്ചർ നമുക്ക് ഈ ഒരു ഇതിൽ കൂടെ തന്നെ നമുക്ക് പിക്ചറൈസ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അത് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് എപ്പിസോഡിലും പറയുന്നത്. നമുക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ ലാൻഡ് വളരെ വ്യക്തമായിട്ട് തരുന്ന ഒരു എപ്പിസോഡാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമുക്കിവിടെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോണി റബ്ബിഷിൽ നിന്ന് എന്താണ് വളരാൻ പോകുന്നത്, അല്ലെങ്കിൽ നോക്കിക്കേ, വാട്ട് ആർ ദ റൂട്ട്സ് ദാറ്റ് ക്ലച്ച് ആൻഡ് വാട്ട് ബ്രാഞ്ചസ് ഗ്രോ ഔട്ട് ഓഫ് ദിസ് സ്റ്റോണി റബ്ബിഷ്. സോ ഈ ഒരു സ്റ്റോണി റബ്ബിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ബാരൻ ലാൻഡിൽ നിന്ന് എന്ത് നല്ല കാര്യങ്ങളാണ് ഇനി ഇവിടെ നിന്ന് വരാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആരോടാണ്? ഇറ്റ് ഇസ് ടു ദ സൺ ഓഫ് മാൻ. സൺ ഓഫ് മാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണ്? ഗോഡ് അല്ലെങ്കിൽ ക്രൈസ്റ്റിനെയാണ് നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് അല്ലേ. സോ ദ ടു ക്വസ്റ്റ്യൻസ് ആർ അഡ്രസ് ടു ഗോഡ് ഓർ ക്രൈസ്റ്റ്. എന്നിട്ട് പറയുന്നുണ്ട്, യു കനോട്ട് സേ ഓർ ഗെസ്, ഫോർ യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്. നെക്സ്റ്റ്, ആദ്യം നമുക്ക് ആ ഒരു സ്റ്റോണി റബ്ബിഷിൻ്റെ കുറച്ചുകൂടി സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതും കൂടെ നോക്കിയിട്ട് പോകാം. സ്റ്റോണി റബ്ബിഷ് എന്ന് പറയുന്നത് ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? ലൈക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബാരൻ ലാൻഡ് ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മൈൻഡ് ഓഫ് മോഡേൺ മാൻ. ഓക്കെ, ഇപ്പോഴുള്ള മനുഷ്യൻ്റെ അല്ലെങ്കിൽ മോഡേൺ മാനിൻ്റെ മൈൻഡിലേക്കുള്ള ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോണി റബ്ബിഷിനെ എടുക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് അങ്ങനെയുള്ളൊരു സ്റ്റോണി റബ്ബിഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൈൻഡിൽ പ്രത്യേകിച്ചൊന്നും നറിഷ് ചെയ്യുന്നില്ല, ഒരു റൂട്ട്സും അതിൽ ഗ്രോ ചെയ്യാൻ പോകുന്നില്ല, ഒരു ബ്രാഞ്ചസും അതിൽ പച്ച പിടിക്കാൻ പോകുന്നില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊരിക്കലും എൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ബിക്കോസ് യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്. ഇനി ഇവിടെ ഈ ബ്രോക്കൺ ഇമേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. ബ്രോക്കൺ ഇമേജസിനും എഗെയിൻ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ബ്രോക്കൺ സ്പിരിച്വൽ വാല്യൂസ്. അതായത് സ്പിരിച്വൽ വാല്യൂസ് നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ഈ ഒരു ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസിനെ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്റ്റിൻ്റെ ടീച്ചിങ്സിൻ്റെ വാല്യൂസ് ഏറ്റവും കൂടുതലും അല്ലെങ്കിൽ ലോസ്റ്റ് ആവുന്നത് ഈ ഒരു മോഡേൺ വേൾഡിലാണ് എന്നാണ് TS Eliot അഭിപ്രായപ്പെടുന്നത്. അതായത് അക്കോർഡിംഗ് ടു TS Eliot, ഹി ബിലീവ്ഡ് ദാറ്റ് ക്രൈസ്റ്റ് മരിക്കുന്നത് ഈ ഒരു 20th സെഞ്ച്വറിയിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു TS Eliot. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ആഫ്റ്റർ റെസറക്ഷൻ ക്രൈസ്റ്റ് ജീവിച്ചിരുന്നു. ഓക്കെ, സോ ആഫ്റ്റർ ബീങ് റെസറക്റ്റഡ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്നു. എന്നിട്ട് പിന്നീട് മരിക്കുന്നത് 20th സെഞ്ച്വറിയിലാണ്. 20th സെഞ്ച്വറിയിൽ ക്രൈസ്റ്റ് മരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പീപ്പിളിന് അദ്ദേഹത്തിൻ്റെ ഗോസ്പെൽസിലുള്ള അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഗോസ്പെൽസിലുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഫെയ്ത്ത് ഒക്കെ നഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെ ഒരു ബാരൻ ലാൻഡ് ക്രിയേറ്റ് ആകുന്നു എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ബാക്കി ലൈൻസ് നോക്കാം. ആൻഡ് പിന്നീട് പറയുന്നുണ്ട്, where the sun beats and the dead trees gives no shelter, the rickets no relief. So the only sound അവിടെ നിൽക്കുന്ന സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ റിക്കറ്റ്സ് ഉണ്ടാക്കുന്ന സൗണ്ട് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡെഡ് ട്രീസ് യാതൊരു തരത്തിലുള്ള ഷെൽട്ടറും നമുക്ക് തരുന്നില്ല. ആൻഡ് ദ സൺ ബീറ്റ്സ് മീൻസ് സണ്ണിൻ്റെ റൈസ്. ഓക്കെ, അത്ര മീനിങ്ങേ ഉള്ളൂ അവിടെ.
ഓക്കെ. ആൻഡ് ദ ഡ്രൈ സ്റ്റോൺ, നോ സൗണ്ട് ഓഫ് വാട്ടർ. വേറെ ഒരു ശബ്ദവും ഇല്ല, ഒരു സൗണ്ട് ഓഫ് വാട്ടർ ഇല്ല, ഒരു ഷെൽട്ടർ ഇല്ല, ഒന്നുമില്ല. ആകെ കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്രിക്കറ്റ് സൗണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു ലാൻഡിൽ പ്രത്യേകിച്ച് ഒരു ഷെൽട്ടറും ഇല്ല, വേറെ ഒരു സൗണ്ടും ഇല്ല. ഇനി അവർ കാണുന്ന ആകെ ഒരു ഷാഡോ അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ കിട്ടുന്നത് only there is a shadow under the red rock. So ഒരു റെഡ് റോക്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ഷാഡോ ഉണ്ട്. Now next lines നോക്കിക്കേ. Come in under the shadow of red rock. So someone is inviting our speaker to വരാനായിട്ട് ആരോ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ കം ഇൻ അണ്ടർ ദ ഷാഡോ ഓഫ് ദ റെഡ് റോക്ക് ആൻഡ് ഐ വിൽ ഷോ യു സംതിങ്. സോ ഈ ഇദ്ദേഹത്തിനെ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കറിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ. ആൻഡ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഈദർ യുവർ ഷാഡോ at the morning striding behind you or your shadow at the evening rising to meet you. I will show you fear in a handful of dust. സോ ഇനി നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓക്കെ. സോ അങ്ങനെയുള്ള ഒരു സ്പീക്കറിനെ ആരോ ഇൻവൈറ്റ് ചെയ്യുന്നത്, എങ്ങോട്ടേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്? to take some rest under the shadow of a red rock. Now what is this red rock here symbolizes? Red rock എന്ന് പറയുന്നത് again it may symbolize the church. So ചർച്ചിലേക്ക് വരിക, come back to spirituality എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. അല്ലെങ്കിൽ വേറൊരു ക്രിട്ടീക്കിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെഡ് റോക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത് ഹോളി ഗ്രെയിലാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഗ്രെയിലിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇൻട്രോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. സോ ഒരു ഹോളി ഗ്രെയിലിനെയാണ് ഈ ഒരു റെഡ് റോക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും ചില ക്രിട്ടിക്ക് പറയുന്നുണ്ട്. ഓക്കെ. നൗ ഇനി ഇവിടെ ഷാഡോയിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ. ഇനി എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആൻഡ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രോം ഈദർ യുവർ ഷാഡോ അറ്റ് ദ മോർണിംഗ്. സോ നിന്റെ ഷാഡോയിൽ നിന്ന് വ്യത്യസ്തമാണ്. നമുക്കറിയാം മോർണിംഗിൽ നമ്മളുടെ ഷാഡോ എവിടെയായിരിക്കും ഉണ്ടാവുക, നമ്മളുടെ ബാക്ക് സൈഡിലാണ് അല്ലേ. ആൻഡ് ആസ് ഈവനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ഷാഡോ നമ്മളുടെ ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റും. സോ ഇവിടെയുള്ള ആള് ഇൻവൈറ്റ് ചെയ്ത ആൾ പറയുകയാണ്, ഞാൻ നിനക്ക് ഐ വിൽ ഷോ യു സംതിങ് ഡിഫറെൻറ്റ് ഫ്രം യുവർ ഷാഡോ. നിന്റെ ഷാഡോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നിന്റെ ഷാഡോ എങ്ങനെയാണ്? രാവിലെ ആകുമ്പോൾ നിന്റെ ഫ്രണ്ടിലും ആൻഡ് ഈവനിങ് ആകുമ്പോൾ നിന്റെ ബാക്കിലും ഉള്ളതാണ്. And what is he going to show? He's going to show പറയുന്നത് എന്താണ്? I will show you fear in a handful of dust. ഇനി എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ രാവിലെ നിന്റെ ബാക്കിൽ കാണുന്ന ഷാഡോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ യങ് ഏജിൽ, ഓക്കെ, യങ് ഏജിൽ നമ്മൾ ഡെത്തിനെ കുറിച്ചിട്ടൊന്നും അധികം ഒന്നും ആലോചിക്കാറില്ല. നമ്മളുടെ ലൈഫ് നമ്മൾ ലീവ് ചെയ്ത് അങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മളുടെ ഡെത്ത് എന്ന് പറയുന്നത് എപ്പോഴും ബാക്കിലായിരിക്കും. നമ്മളതിനെ അങ്ങനെ അധികം ബോദർ ചെയ്യാറില്ല. ബട്ട് ആസ് വി ഗ്രോ ഓൾഡ്, നമ്മൾ വയസ്സായി ചെല്ലുമ്പോഴത്തേക്കും എന്ത് വെച്ചെന്നും അത് നമ്മളുടെ ഷാഡോ അല്ലെങ്കിൽ ഇവിടെ ഡെത്ത്, ഷാഡോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡെത്തിനെയാണ്. ഓക്കെ. ആ ഡെത്തിനെ നമ്മൾ നമ്മളുടെ മുന്നേ കാണുന്നു. അതാണ് ഇവിടെ ഈവനിങ്ങും മോർണിംഗും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, ഫിയർ ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് ഡെത്ത്. സോ എന്താണ് കാണിക്കാൻ പോകുന്നത്? ഇറ്റ് ഇസ് ഫിയർ ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് ഡെത്ത്. സോ അക്കോർഡിംഗ് ടു ക്രിസ്ത്യൻ തിയോളജി അല്ലെങ്കിൽ മിക്കതിലും നമ്മൾ ബിലീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാൻ ഇസ് മെയ്ഡ് ഫ്രം ഡസ്റ്റ് അല്ലേ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മൾ അതിൽ നിന്നാണ് ഉണ്ടാക്കിയത്, നമ്മൾ തിരിച്ചങ്ങോട്ടേക്കാണ് പോകുന്നത്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വി ആർ നത്തിങ് ബട്ട് വാട്ട് ആർ വി ആർ ജസ്റ്റ് ഡസ്റ്റ് അല്ലേ. അതിൽ നിന്ന് ഉണ്ടാവുകയും തിരിച്ച് നമ്മൾ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഇത്രയും ലൈൻസ്. സോ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് എപ്പിസോഡ്. നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മളുടെ 3rd എപ്പിസോഡാണ്. ആൻഡ് എഗെയിൻ ദിസ് എപ്പിസോഡ് ബിഗിൻസ് വിത്ത് സം ജർമ്മൻ ലൈൻസ്. ഒരു 4 ജർമ്മൻ ലൈൻസ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രിഞ്ച് വോ ദർ വിൻഡ്, എൻഡ് ചെയ്യുന്നത് മെയിൻ ഐറിഷ് കിൻഡ് വോ വൈൽഡസ് ഡൂ, അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. എൻ്റെ ഇടയ്ക്ക് ഒരു ലൈനും കൂടി ഉണ്ട്. ഓക്കെ. സോ നമുക്കിനി അതെന്താണെന്ന് നോക്കാം, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആക്ച്വലി ഇത് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഒപ്പേറയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒപ്പേറ നമുക്കറിയാം, മ്യൂസിക്കൽ ഇതാണ്. സോ റിച്ചാർഡ് വാഗ്നറിൻ്റെ ഒപ്പേറ ആണ് ഇത്. ഇനി ആദ്യം ആ ഒപ്പേറ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഈ സ്റ്റോറി എന്ന് പറയുന്നത് ക്രിസ്റ്റൻ ആൻഡ് ഇസോൾട്ടിൻ്റെ സ്റ്റോറിയാണ്. ക്രിസ്റ്റൻ ആൻഡ് ഇസോൾട്ട്, സോറി ട്രിസ്റ്റൻ, TRISTAN ആൻഡ് ഐസോൾട്ട്, ISOLDE. ഇതെന്ന് പറയുന്നത് ഒരു ആർത്തേറിയൻ മിത്ത് അല്ലെങ്കിൽ ഒരു ആർത്തേറിയൻ ലെജൻഡാണ്. ഇവർ രണ്ടുപേരും 2 ലവേഴ്സാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട്, നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട, ജസ്റ്റ് ഒരു നക്ഷലിൽ എന്താണ് സ്റ്റോറി നോക്കാം. ആക്ച്വലി ഈ ഒരു ക്രിസ്റ്റൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു നൈറ്റാണ്, ഒരു കിങ്ഡത്തിലെ ഒരു നൈറ്റാണ്. സോ അങ്ങനെ ഇവർ ബാറ്റിലിന് പോവുകയും നമ്മളുടെ ഇസോൾട്ടിന് ഒരു പ്രത്യേകതയുണ്ട്, അതായത് ഹീലിംഗ് പവർ ഉള്ള ഒരു
ഒരു പെൺകുട്ടിയാണ് ഇസോൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇസോൾട്ട് വേറൊരു ഐറിഷ് ലേഡിയാണ് കേട്ടോ. സോ അതാണ് ഇവിടെ പറയുന്നത്, മെയിൻ ഐറിഷ് കിൻഡ്. ഓക്കെ, മൈ ഐറിഷ് ലേഡി അല്ലെങ്കിൽ മൈ ഐറിഷ് ചൈൽഡ്, മൈ ഐറിഷ് ഗേൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സോ ഇവർ ഒരു ഐറിഷ് ലേഡി ആണ് നമ്മളുടെ ഇസോൾട്ട് എന്ന് പറയുന്നത്. സോ ഇവർ രണ്ടുപേരും ലവേഴ്സാണ്. ആക്ച്വലി ഇതിൻ്റെ യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫുൾ സംഭവം കിട്ടും, ആ സ്റ്റോറി കംപ്ലീറ്റ് കിട്ടും. സോ ഇപ്പം നമുക്ക് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇവർ രണ്ടുപേരും രണ്ട് ലവേഴ്സാണ്. പല സാഹചര്യങ്ങളിലും പെട്ട് അല്ലെങ്കിൽ പല ഹാർഡ്ഷിപ്പുകളിലും ആയിട്ട് ഇവർ വേർപിരിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് വൺ ഡേ അങ്ങനെ വേർപിരിഞ്ഞ ഇവർ ആക്ച്വലി ഹീസ് നൗ ഡൈ. നമ്മളുടെ ട്രിസ്റ്റൻ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ബിലവഡ് ആയിട്ടുള്ള നമ്മളുടെ ഇസോൾട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇസോൾട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം, ട്രിസ്റ്ററ്റിൻ്റെ അടുത്തേക്ക് വരണം. സോ അങ്ങനെ ഈ ഒരു കടൽ തീരത്ത് വന്നിട്ട് ഇദ്ദേഹം ഈ ഒരു ബ്രോക്കൺ ഹാർട്ടോട് കൂടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നൗ ഹീ ഈസ് ഡൈയിങ് ഓഫ് എ ബ്രോക്കൺ ഹാർട്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇദ്ദേഹം നമ്മളുടെ ഐറിഷ് ലേഡി ആയിട്ടുള്ള ഇസോൾട്ടിനെ കൊണ്ടുവരുന്ന ഷിപ്പ് സെയിൽ ചെയ്ത് വരുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു സെയിലറിനെ അല്ലെങ്കിൽ ഒരു ഷെപ്പേർഡിനെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഷെപ്പേർഡിനെ നിർത്തിയിട്ടുണ്ട്. സോ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. സോ ഈ ഷെപ്പേർഡിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ ലേഡി എന്താണ് ഷിപ്പിൽ വരുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. ആൻഡ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ട്യൂൺ വായിക്കുന്നുണ്ട്. യഥാർത്ഥ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു ട്യൂൺ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ട്യൂൺ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിനെ നിർത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ, അതായത് അവൾ വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കി ഇദ്ദേഹം കടലിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ പറഞ്ഞ ഷെപ്പേർഡ് ബോയ് കടലിലേക്ക് നോക്കി നിൽക്കുകയാണ്. സോ ഇതാണ് ആ ലൈൻസിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി സ്റ്റാൻസിലേക്ക് വരാം. യു ഗേവ് മീ എ ഹൈസിന്ത് ഫസ്റ്റ് എ ഇയർ എഗോ, ദേ കോൾഡ് മീ ദ ഹൈസിന്ത് ഗേൾ. Yet when we came back late from the hyacinth garden, your arms full and your hair wet, I could not speak and my eyes failed. I was neither living nor dead. And I knew nothing, knowing into the heart of light the silence. Again പിന്നീട് വരുന്നത് നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ലൈൻസിൻ്റെ കണ്ടിന്യൂവേഷനാണ്. എയ്ത് und ലീർ ഡാസ് മിർ. ഓക്കെ, സോ അങ്ങനെയാണെന്ന് തോന്നുന്നു. സോ അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ആ ഒരു 4 ജർമ്മൻ ലൈൻസിൻ്റെ കഥ എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഇങ്ങനെ പറയുകയാണ്, യു ഗേവ് മീ ഹൈസിന്ത് ഫസ്റ്റ് എ ഇയർ എഗോ. സോ ഒരു വർഷങ്ങൾക്ക് മുന്നേ നീ എനിക്കൊരു ഹൈസിന്ത് തന്നു. അതിനുശേഷം ആൾക്കാർ എന്നെ വിളിക്കുന്നത് എങ്ങനെയാണ്? ഹൈസിന്ത് ഗേൾ എന്നാണ്. നൗ ഇവിടെ നമുക്ക് വേറൊരു സ്റ്റോറീനെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഹൈസിന്തിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കണം. ഹൈസിന്ത് ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഇതെന്ന് പറയുന്ന ഒരു റെഡ് കളർ ഫ്ലവർ ആണ്. ഇനി ഇതിൻ്റെ പിന്നിൽ ഒരു മിത്തുണ്ട്. നമുക്കിനി ആ ഒരു സ്റ്റോറിയിലേക്ക് പോകാം. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രീക്ക് മിത്ത്. ഹൈസിന്തസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദിസ് യൂത്ത് വാസ് ഈക്വലി ലവ്ഡ് ബൈ 2 ഗോഡ്. ഒന്ന് ഗോഡ് ഓഫ് വിൻഡും വേറൊന്ന് നമ്മളുടെ അപ്പോളോ ദേവനും. ഓക്കെ, ഗോഡ് അപ്പോളോയും ഈ ഒരു യൂത്തിനെ ലവ് ചെയ്തിരുന്നു. ആൻഡ് വിൻഡ് ഓഫ് ഗോഡിൻ്റെ പേരാണ് സിഫറസ്. ഓക്കെ, ആൻഡ് നമ്മളുടെ അപ്പോളോ ഗോഡ്. സോ ഹൈസിന്ത് എന്ന് പറയുന്നത്, ആൻഡ് ഹീ ബീയിങ് എ യൂത്ത് ഹി വാസ് മോർ ഇൻറ്റിമേറ്റ്. സോ ഹൈസിന്തസ് വാസ് മോർ ഇൻറ്റിമേറ്റ് ഓർ അറ്റാച്ച്ഡ് വിത്ത് ആരാണ്? അപ്പോളോ ആയിട്ടായിരുന്നു കുറേ കൂടി ഇഷ്ടം. പിന്നെ ഒന്നും പറയണ്ടല്ലോ, എന്താണ് നമ്മളുടെ ഗോഡ് ഓഫ് വിൻഡിന് ഇത് തീരെ ഇഷ്ടപ്പെടില്ല, അവർ ജലസാകും. സോ ഇവരുടെ ലവ് എങ്ങനെയെങ്കിലും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ആസ് എ റിസൾട്ട് ഇവർ ഒരു ദിവസം ഇങ്ങനെ ഒരു കുറച്ച് വെയിറ്റ് ഉള്ളൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ ത്രോ ചെയ്ത് അവർ ലൈക്ക് കളിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡ് ഭയങ്കരമായിട്ട് ഫിയേഴ്സ്ലി ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലൂ ചെയ്യാനായിട്ട് തുടങ്ങി. ദേഷ്യം വന്നിട്ട് ഫിയേഴ്സ്ലി ബ്ലൂ ചെയ്യാനായിട്ട് തുടങ്ങി. സോ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹെവി ഒബ്ജക്റ്റ് നമ്മളുടെ ഹൈസിന്തസിൻ്റെ തലയിൽ വന്ന് ഇടിക്കുകയും ആൻഡ് ഹീ ഡിഡ് ഡൈ. ഓക്കെ, അങ്ങനെ മരിച്ചൊന്നുണ്ട്, അങ്ങനെ ബ്ലീഡ് ചെയ്ത് മരിക്കുന്നുണ്ട്. സോ ഇദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഫ്ലവറാണ് ഹയാസിന്ത് ഫ്ലവർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ആ ഒരു ഫ്ലവറിന് ആ ഒരു റെഡ് കളർ എന്നൊക്കെയാണ് വിശ്വാസം. ഓക്കെ, സോ നൗ അഗെയിൻ ദിസ് ഫ്ലവർ ഇസ് റിലേറ്റഡ് ടു ലവ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ജർമ്മൻ ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു ജർമ്മൻ ഒപ്പേരയിലുള്ളതും നമ്മൾ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കഥകളായിരുന്നു പറഞ്ഞിരുന്നത്. ആൻഡ് അഗെയിൻ ഹൈസിന്ത് എന്ന് പറയുന്നത് അതിൻ്റെ കഥയും നമ്മൾ പറഞ്ഞു. സോ അഗെയിൻ ഹൈസിന്ത് ഫ്ലവർ ഇസ് റിലേറ്റഡ് ടു ലവ്. സോ ഇവിടെ നമ്മൾ കാണുന്നത് വേറൊരു ലവേഴ്സിനെയാണ്. ആദ്യത്തെ ഇതിൽ നമ്മൾ കണ്ടത് ആരെയായിരുന്നു? ട്രിസ്റ്റത്തിനെയും ആൻഡ് ഇസോൾട്ടിനെയും ആയിരുന്നു കണ്ടിരുന്നത്.
ആൻഡ് ഇവിടെ കാണുന്ന ഹയസിന്ത് ലവേഴ്സിനെയാണ്. എഗെയിൻ 2 ലവേഴ്സ് ഉണ്ട്, ഹയസിന്ത് ലവേഴ്സ്. സോ ഇവരും ഇതേപോലെ കാണുന്നത് 1 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നത്. ആൻഡ് നൗ when we see the lines, yet when we come back again from the hyacinth garden, your arms full and your hair wet, I couldn't speak and my eyes failed, I was neither living nor died, and I knew nothing, looking into the heart of light, the silence. So ഏകദേശം 1 വർഷത്തിന് ശേഷം കാണുന്ന ഹയസിന്ത് അല്ലെങ്കിൽ മോഡേൺ ലവേഴ്സിൻ്റെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് പല ഇൻ്റർപ്രിട്ടേഷനും ഉണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആംസ് ഫുൾ ആൻഡ് യുവർ ഹെയർ വെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സജസ്റ്റീവ് ഓഫ് സം സെക്ഷുവൽ ആക്ട് ദേ ഹാഡ്. ഓക്കെ, അങ്ങനെ ഒരു സജഷൻ ഉണ്ട്. ആൻഡ് എന്നിട്ട് പറയുന്നുണ്ട് ഐ കുഡൻ സ്പീക്ക് ആൻഡ് മൈ ഐസ് ഫെയിൽഡ്, I was neither living nor dead, and I knew nothing. So even 1 വർഷത്തിന് ശേഷം കാണുന്ന ഒരു മോഡേൺ ലവേഴ്സാണ് ഈ ഹയസിന്ത് ലവേഴ്സ്. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് പറയാനോ എടുക്കാനോ ആയിട്ട് ഒന്നുമില്ല അതർ ദാൻ ടു എൻജോയ് ദംസെൽവ്സ്. ഓക്കെ, സോ അത് ആ ഒരു കോൺട്രാസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ലുക്കിംഗ് ഇൻ ടു യുവർ ഹാർട്ട് ഓഫ് ലൈറ്റ്, ദ സൈലൻസ്. സോ വാട്ട് ഇസ് ദെയർ? ആകെ അവിടെ ഉള്ളത് എന്താണ്? സൈലൻസ് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് അഗെയിൻ ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ജർമ്മൻ ഒപ്പേറ ഓഡ് und Lied das Meer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി അതെന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ കഥയിൽ ഇദ്ദേഹം ഒരു ഷെപ്പേർഡ് ബോയിനെ അവിടെ ആ ഒരു സീല് നിർത്തിയിട്ടുണ്ടായിരുന്നു, അതായത് തീരത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഐറിഷ് ലേഡീനെ കൊണ്ടുവരുന്ന ഷിപ്പ് വരുന്നുണ്ടോ എന്ന് അറിയാൻ ആയിട്ട്. സോ ഇദ്ദേഹം ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് അവസാനം പറയുന്ന ലൈൻസ് ആണ് ഇത്. ലോൺ ആൻഡ് ബെയർ ദ സീ. സീയിൽ ഒന്നുമില്ല, ജസ്റ്റ് വളരെ ലോണും ബെയറുമാണ് ഈ സീ എന്ന് പറയുന്നത്. അതായത് ഐറിഷ് ലേഡി വരുന്നില്ല ആൻഡ് ഹീ ഈസ് നിയറിങ് ടു ഹിസ് ഡെത്ത്, നമ്മളുടെ ട്രിസ്റ്റൻ. ഓക്കെ, എന്നിട്ടും നമ്മളുടെ ഐറിഷ് ലേഡി ഇതുവരെയ്ക്കും എത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് ആ ഒരു ലൈൻസ്. സോ ഇനി എന്താണ് ഈ എപ്പിസോഡ് സജസ്റ്റ് ചെയ്യുന്നത്? ഹിയർ നമുക്ക് 2 കോൺട്രാസ്റ്റ് കാണാൻ പറ്റും, അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് ലവേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവർ ഓഫ് ആൻറ്റിക്വിറ്റി അല്ലെങ്കിൽ ഏൻഷ്യൻ ലവേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഇസ് അവർ ട്രിസ്റ്റൻ ആൻഡ് ഇസോൾട്ട്. They couldn't bear the separation. So like ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെപ്പറേഷൻ താങ്ങാൻ പറ്റാതെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആവുന്നതും ഡൈ ചെയ്യുന്നതും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറെ ഞാൻ അല്ലാണ്ട് ഗൂഗിളിൽ വായിച്ച ഒരു സ്റ്റോറിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വീണ്ടും ഒരു വോറിലേക്ക് പോകുന്നു. അങ്ങനെ ഇദ്ദേഹം വീണ്ടും ഇഞ്ചേർഡ് ആവുന്നുണ്ട്, നമ്മളുടെ ട്രിസ്റ്റൻ വീണ്ടും ഇഞ്ചേർഡ് ആവുന്നുണ്ട്. ആൻഡ് ദിസ് ഐറിഷ് ലേഡി ഇസ് ഹാവിങ് സം ടൈപ്പ് ഓഫ് ഹീലിംഗ് പവേഴ്സ്. സോ അങ്ങനെ ഇവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് മരിക്കുന്നതിന് മുന്നേ ഇവള് വന്നു കഴിഞ്ഞാൽ ഹീലാവും. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു അതാണ് അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നതുണ്ട് കേട്ടോ. സോ ഈതർ വേ they couldn't bear the separation. Okay, so അങ്ങനെയുള്ള ലവർ ഓഫ് ഏൻഷ്യൻ്റ് അല്ലെങ്കിൽ ലവേഴ്സ് ഓഫ് ആൻറ്റിക്വിറ്റി ആൻഡ് ദ മോഡേൺ ലവേഴ്സിന് ഈവൻ ഇഫ് 1 year കഴിഞ്ഞ് കണ്ടാലും എന്താണ്, ദേ ഹാവ് നത്തിങ് ടു ഷെയർ. ഓക്കെ, അതർ ദാൻ ദെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്ലഷർ മാത്രമേ അവർക്കുള്ളൂ, അല്ലാണ്ട് വേറൊന്നും കാണാനില്ല. അവരുടെ ഇടയിൽ ആകെ പിന്നീട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസ് ആണ്. സോ ആൻഡ് ദ എൻഡിങ് ലൈൻസ് ആയിട്ടുള്ള ദ സീ ഈസ് ബെയർ ആൻഡ് എന്താണ് പറയുന്നത്, ലോൺ ആൻഡ് ബെയർ ദ സീ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സെഷൻ ഇവിടെ എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2 എപ്പിസോഡ്സും കൂടി ഉണ്ട്. ഇതിൽ 4th one എന്ന് പറയുന്നത് പ്രിറ്റി ലോങ് ആണ്. ഇതിലാണ് മിക്ക ക്യാരക്ടേഴ്സിനെയും നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു സെഷനിലാണ്, അതായത് 4th എപ്പിസോഡിലേക്കാണ് നമ്മൾ വരിക. പിന്നീട് 5th എപ്പിസോഡും അതേപോലെ തന്നെ കുറച്ച് വലുതാണ്. സോ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ആൻഡ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.